അധ്യാപകരെ, എന്റെ പ്രിയ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ വായനാ ദിനാശംസകൾ. വായനാ ദിനത്തോടനുബന്ധിച്ചുള്ള ഒരു കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. കൂട്ടുകാരെ, ഒരു പുസ്തക വായനയിലൂടെ ജീവിതത്തിൽ തന്നെ മാറിമറിഞ്ഞ ഒല്ലീൻ എന്ന കുട്ടിയുടെ കഥയാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ഒല്ലീന്റെ അച്ഛൻ ദരിദ്രനായ കർഷകനായിരുന്നു. സ്കൂളിൽ പോയിരുന്ന നീൽ അനുസരണയില്ലാതെ അധ്യാപകരെ ചീത്ത വിളിച്ചും ചില്ലറ മോഷണങ്ങൾ നടത്തിയും വെലസി നടന്നു. ഇംഗ്ലീഷ് അധ്യാപികയെ കരീച്ച കുട്ടി എന്ന പേരിലായിരുന്നു സ്കൂളിൽ അവൻ അറിയപ്പെട്ടിരുന്നത്. പിന്നെയോ എല്ലാ അധ്യാപകരെയും അവൻ പേരാണ് വിളിച്ചിരുന്നത്. അങ്ങനെ കാത്തോന്നിയായി നടന്ന നീൽ ഒരു ദിവസം ക്ലാസ്സിൽ പോകാതെ ചുറ്റി നടന്ന് സ്കൂൾ ലൈബ്രറിയിൽ എത്തിച്ചേർന്നു. അവിടെ അവൻ ഒരു പുസ്തകം കണ്ടു. അതിന്റെ പുറംചട്ട അവനെ ആകർഷിച്ചു. സിഗരറ്റ് പുകച്ചിരുന്ന അല്പം പെശകായി വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു പുറംചട്ടയിൽ. അവൻ ആ പുസ്തകം എടുക്കണമെന്ന് തോന്നി. പക്ഷെ പുസ്തകം വായിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ അവന് നാണക്കേടാണ്. അവനതാരും കാണാതെ ഷർട്ടിനടിയിൽ ഒളിപ്പിച്ച് വീട്ടിൽ കൊണ്ടുപോയി വായിച്ചു. പിറ്റേയാഴ്ച ആ പുസ്തകം ലൈബ്രറിയിൽ തിരിച്ചു കൊണ്ടുവച്ച നീൽ മറ്റൊരു പുസ്തകം എടുത്തുകൊണ്ട് പോയി വായിച്ചു. പിന്നെയും ഇതാവർത്തിച്ചു. വായനയുടെ രസം അവൻ അറിഞ്ഞു തുടങ്ങി. പിന്നെ വായനയോട് വായന തന്നെ. വായന നീലിനെ വേറൊരാളാക്കി മാറ്റി. നീൽ സ്കൂളിൽ നിന്ന് ജയിച്ചു. പഠിച്ചു മിടുക്കനായി. അവൻ വക്കീലായി. ഒടുവിൽ ജഡ്ജി വരെയായി. ഒരിക്കൽ പഴയ സ്കൂളിൽ എല്ലാവരും ഒത്തുചേർന്നപ്പോൾ നീലിന്റെ അധ്യാപിക പറഞ്ഞു, നീൽ, ഈ പുസ്തകം മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടിരുന്നു. നിനക്ക് വേണ്ടി അതേ എഴുത്തുകാരുടെ പുസ്തകം അതിനടുത്ത് വെക്കുമായിരുന്നു ഞാൻ. പുസ്തകങ്ങൾക്ക് വേണ്ടി കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് നിനക്ക് വേണ്ടി അവ വാങ്ങി അവിടെ വെച്ചു ഞാൻ. എന്നെ കരയിപ്പിച്ച നിനക്ക് വേണ്ടി. നോക്കൂ കൂട്ടുകാരെ, നീലിനെ മാറ്റി പഠിച്ചത് ആ നല്ല അധ്യാപികയും പിന്നെ പോലെ നല്ല പുസ്തകങ്ങളുമായിരുന്നു. നമുക്കും നീലിനെ പോലെ പുസ്തകങ്ങളെ ചങ്ങാതികളാക്കാം, വായിച്ചു വളരാം. കൂട്ടുകാരെ, നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? വായനാ ദിനത്തിന്റെ അന്നാണ് ഞാൻ ജനിച്ചത്. അതുകൊണ്ട് പുസ്തകങ്ങൾ എനിക്ക് ഏറെ ഇഷ്ടമുള്ളവയാണ്. എന്റെ മാതാപിതാക്കളും ആന്റിമാരും എല്ലാം എനിക്ക് സമ്മാനമായി തരുന്നത് പുസ്തകങ്ങളാണ്. അത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് പുസ്തകങ്ങളോട്. നിങ്ങളും അതുപോലെ ആവണം. നമുക്ക് പുസ്തകങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വായനാ ദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.